ഹായ് നമസ്കാരം. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഡെസേർട്ട് സഫാരിയാണ്. അപ്പം ഞാൻ നമ്മുടെ ഹോട്ടൽ ലോബിയിൽ വെയിറ്റ് ചെയ്യുവാണ്. നമ്മളെ വന്ന് പിക്ക് ചെയ്യാൻ ഉള്ള വണ്ടി വന്നിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. 4 മണിക്കാണ് പറഞ്ഞേക്കണേ. 4 മണി ആയി, ഇതുവരെ കണ്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി വന്ന്, ഇതാണ് വണ്ടി. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാം. ക്യാമ്പിലോട്ട് എത്തുക. അവിടെ ഒരു കുതിര നിൽപ്പുണ്ട്, ഫാൽക്കനായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. ഇവിടെ ഐസ്ക്രീം, വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. ഗ്രൂപ്പായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. How much for this? Sorry? 50. ആൽക്കനായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളം അടിക്കുന്നുണ്ട് അവരൊക്കെ, ചൂടിൻ്റെ ആണ്. ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഇനി എൻ്റെ ഡ്യൂണേഷിംഗ് ഉണ്ട്. അതായത് മറ്റേ മരുഭൂമി കൂടെയുള്ള പോക്ക്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. ചരിഞ്ഞാ പോണത് അവർക്ക് ഇപ്പം മറിഞ്ഞു പോകുന്നു. പക്ഷെ സമ്മതിക്കണ ഈ വണ്ടീനെ. ലാസ്റ്റ് ടൈം വന്നപ്പോഴും എനിക്ക് ലാൻഡ് ക്രൂസർ ആയിരുന്നു. ശരിക്കും പെട്രോളിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്തവണയും ലാൻഡ് ക്രൂസർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അയാൾ നിർത്തി തന്നിട്ടുണ്ട്. ഇതാണ് റെഡ് സാൻഡ്. എത്രത്തോളം മനസ്സിലാവുണ്ടോയെന്ന് അറിയാൻ പാടില്ല. അവിടെയൊക്കെ ഒത്തിരി വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ക്വാഡ് ബൈക്കിങ് അവിടെ ഓടിക്കുന്നുണ്ട് അവന്മാർ. എവിടെ നോക്കിയാലും മരുഭൂമി. ഇതേ ഓട്ടങ്ങളുണ്ട്. ഒരു കാറുണ്ട്. ഇങ്ങനെയാണ് ഈ വണ്ടികൾ പോകുന്നത്. ഇതേ പോണ പോക്കേണ്ടത്. എൻ്റെ പൊന്നോ, ഇതാണ് അഡ്വഞ്ചർ. മൈ
ബലൂൺ ബാഷിങ് കഴിഞ്ഞു. ഞങ്ങൾ ഇനി അടുത്തത് ക്യാമ്പിലേക്ക് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി. ബെല്ലി ഡാൻസും ഫുഡും ഫയർ വർക്കും എല്ലാം അവിടെയാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ആക്ച്വലി നന്നായിട്ട് ടയേർഡായി, നല്ല ചൂടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡെസേർട്ടിലാണ് കുറച്ചുകൂടെ ചൂട് കുറവെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ഡെസേർട്ട് ഭയങ്കര ചൂട്, പക്ഷേ ഇവിടെ കുറവായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റടുത്ത് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ അവസാനം ക്യാമ്പിലെത്തിയേക്കുവാണ്. ഇതാണ് നമ്മുടെ ക്യാമ്പ്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അവിടെ 2 ഒട്ടകമൊക്കെ പോകുന്നുണ്ട്. ക്യാമൽ റൈഡിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ലേറ്റാണ് ആക്ച്വലി. 7 മണിക്ക് ക്യാമ്പ് തുടങ്ങുന്നിട്ട് നമ്മളിപ്പോൾ എത്തിയപ്പോൾ 7:30 ഉണ്ടോ. ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളൂ. ഭാഗത്തോട്ട് കയറുവാണ്. ഷോ ഓപ്പണായി തുടങ്ങാൻ പോവാണ്. അത് കാരണം ഞങ്ങൾ അകത്തോട്ട് കയറ്റി. ഇവിടെ കുറച്ച് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ മുഹമ്മദ്, ഇതായിരുന്നു നമ്മുടെ ഡ്രൈവർ. ഇയാൾ ഓക്കെ. ഇത്രയും ആൾക്കാരുണ്ട്. ഇവിടെ ആയിരിക്കും ഡാൻസും പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. വെജാണ്. നോൺ വെജ് ഔട്ട്സൈഡ്. ചിക്കൻ ഉണ്ട്, ലാമ്പ്. അങ്ങനെ നമ്മൾ ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തി. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് 2ാമത്തെ തവണയാണ് പോണത്. പിന്നെ കോസ്റ്റിനെ കുറിച്ച് പറയാത്തത്, അത് ഡിപ്പെൻസാണ്. ഓരോ ഏജൻസിയും അല്ലെങ്കിൽ ഓരോ ട്രാവൽ കമ്പനിയും ഡിഫറെൻ്റാണ് ചാർജ് ചെയ്യണത് അവരുടെ സർവീസ് അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങളതൊക്കെ അന്വേഷിച്ച് നല്ല ഡീൽസ് കിട്ടി പോവുക. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് രാത്രി 10 മണിയാകുന്നു. ഏതായാലും അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. ബൈ.